എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് TestNG ലിസണേഴ്സ് എന്നും എങ്ങനെ TestNG ലിസണർ ക്ലാസ് ലെവലും സ്യൂട്ട് ലെവലും ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമേ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ദാറ്റ് ലിസൺസ് ടു predefined events in test scripts and modifies the default behavior of the TestNG. Whether you want to customize reports or generate logs for specific tests, TestNG listeners help you to do so. TestNG listener എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണ്. നമ്മൾ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രീഡിഫൈൻഡ് ഇവന്റ്സ് ലിസൺ ചെയ്യുകയും അതനുസരിച്ച് TestNGയുടെ ഡീഫോൾട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ട്സുകൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ലോഗ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കേസുകളെല്ലാം ഈ TestNG ലിസണേഴ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും. ഇനി നോക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസണേഴ്സ് ആണ്. ഫസ്റ്റ് വൺ IAnnotationTransformer, സെക്കൻഡ് വൺ IAnnotationTransformer 2, third one IInvokedMethodListener, fourth one IMethodInterceptor, fifth one IReporter, sixth one ISuiteListener, seventh one ITestListener. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ലിസണേഴ്സ് TestNGയിൽ ഉണ്ട്. ഇതെല്ലാം ഇന്റർഫേസുകളാണ്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡ് യൂസ് ചെയ്തായിരിക്കും ഈ ലിസണേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡെമോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ITestListener എന്ന ലിസണർ ആയിരിക്കും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ Eclipse IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിനുള്ളിൽ home.testng.listeners എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനുള്ളിൽ ഒരു ക്ലാസ് കോൾ ലിസണർ ടെസ്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലിസണർ ടെസ്റ്റ് എന്നുള്ള ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. കോൾ ലിസണർ ടെസ്റ്റ് എന്ന ക്ലാസ്സിനകത്ത് 3 ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. TestNG ടെസ്റ്റ് മെത്തേഡ്സ് ടെസ്റ്റ് എ, ടെസ്റ്റ് ബി, ടെസ്റ്റ് സി. ടെസ്റ്റ് എ എക്സിക്യൂട്ട് ആകുമ്പോൾ പാസ്സാകും. ടെസ്റ്റ് ബി ഇന്റൻഷനലി നമ്മൾ ഫെയിൽ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ടെസ്റ്റ് സി ഇന്റൻഷനലി സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ TestNG ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പോൾ ഒരെണ്ണം പാസ്സാകും, ഒരെണ്ണം ഫെയിൽ ആകും, ഒരെണ്ണം സ്കിപ്പ് ആകും. നിങ്ങൾക്ക് കാണാം ടോട്ടൽ ടെസ്റ്റ് 3 ആണ്. ഫെയിലിയേഴ്സ് 1, സ്കിപ്സ് 1. ഈ സ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ കാണാം. ടെസ്റ്റ് എ ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്, പാസ്സായി. ടെസ്റ്റ് ബി ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്, ഫെയിലായി. ടെസ്റ്റ് സി യെല്ലോ കളറിൽ, അത് സ്കിപ്പായി. ഇനി നമ്മൾ ഫെയിൽ ആകുന്നതും അതുപോലെ സ്കിപ്പ് ആകുന്നതും പാസ്സാകുന്നതും അനുസരിച്ച് ഓരോ ആക്ഷൻസ് TestNG ലിസണർ ഇംപ്ലിമെന്റ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ TestNG ലിസണർ നമ്മൾ വേറെ ക്ലാസ്സിലാണ് എഴുതാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലിസണർ ടെസ്റ്റ് എന്ന് പറഞ്ഞ്. ഈ ക്ലാസ് ഒരു TestNG ലിസണർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. ITestListener എന്നുള്ള TestNG ലിസണർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇംപ്ലിമെന്റ്സ് ഉള്ള കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം ITestListener എന്നുള്ള ഇന്റർഫേസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ITest നോട്ടേഷൻ, മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ലിസണേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഡെമോയ്ക്ക് വേണ്ടി ITestListener എന്നുള്ള ലിസണറാണ്. ഈ പർട്ടിക്കുലർ ലിസണർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ മെത്തേഡ്സ് നമുക്ക് ഓവർറൈഡ് ചെയ്യണം. അതിനുവേണ്ടി സോഴ്സ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓവർറൈഡ് ഇംപ്ലിമെന്റഡ് മെത്തേഡ്സ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മെത്തേഡ്സ് മാത്രമേ ഞാൻ പിക്ക് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട്, ഓൺ ടെസ്റ്റ് സക്സസ്, ഓൺ ടെസ്റ്റ് ഫെയിലിയർ, ഓൺ ടെസ്റ്റ് സ്കിപ്പ്. ഈ 4 മെത്തേഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി കുറച്ച് കോഡ് Eclipse IDE ജനറേറ്റ് ചെയ്ത് ഞാൻ റിമൂവ് ചെയ്യുവാണ്. ഇനി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ്. ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട് എന്ന മെത്തേഡിനകത്ത് ഞാൻ ജസ്റ്റ് മെത്തേഡിന്റെ പേര് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്.
ഈ റിസൾട്ട് എന്ന ഒബ്ജക്റ്റ് റെഫറൻസിനകത്ത് നമുക്ക് ടെസ്റ്റ് മെത്തേഡുകളുടെ പേര് ഫെച്ച് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ആ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പോവാണ്. റിസൾട്ട് ഡോട്ട് ഗെറ്റ് നെയിം എന്നുള്ള മെത്തേഡ് വിളിക്കുക. ഇവിടെ അതിൻ്റെ ഡോക്യുമെന്റേഷൻ പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് ദിസ് ടെസ്റ്റ് റിസൾട്ട് ടിപ്പിക്കലി ഐഡന്റിക്കൽ ടു ദ നെയിം ഓഫ് ദ മെത്തേഡ്. അതായത് ടെസ്റ്റ് മെത്തേഡിന്റെ പേരാണ് റിസൾട്ട് ഡോട്ട് ഗെറ്റ് നെയിം എന്ന മെത്തേഡ് വിളിക്കുമ്പോൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നു. അത് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ പ്ലസ് സിമ്പിൾ അപ്പൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു സ്പേസ് ഇട്ട ശേഷം സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു. അതായത് ഈ ലിസണർ ഈ ക്ലാസ് ലെവലിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് റൺ ചെയ്യുമ്പോൾ ഈ ലിസണർ കോൾ ചെയ്യപ്പെടും. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്റൻഷൻ. അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ഈ ക്ലാസ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോഡ് ഞാൻ ഈ ലിസണറിനകത്ത് ആഡ് ചെയ്യുവാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതുപോലെ ടെസ്റ്റ് കേസ് പാസ് ആകുമ്പോൾ, ഫെയിൽ ആകുമ്പോൾ, സ്കിപ്പ് ആകുമ്പോൾ, ഇങ്ങനെ 4 കേസുകളിലാണ് നമ്മൾ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ പാസ്ഡ് എന്ന് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ഫെയിൽഡ് എന്ന് കൊടുക്കുന്നു. TestNG ലിസണേഴ്സ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രെയിംവർക്ക് ഡെവലപ്മെന്റിലാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് കേസ് പാസ് ആകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, ഫെയിൽ ആകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ റിയൽ ടൈമിൽ നമ്മൾ ഓൺ ടെസ്റ്റ് ഫെയിൽ എന്നുള്ള കേസിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കോഡ് ആഡ് ചെയ്യും. ഇവിടെ ജസ്റ്റ് ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിംവർക്കിന്റെ ട്യൂട്ടോറിയൽസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ലിസണർ എന്ന കൺസെപ്റ്റ് ആ ഫ്രെയിംവർക്കിലേക്ക് ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും. ഇപ്പം ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഫെയിലിയറിന്റെ കേസ് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കോഡ് സെറ്റിംഗ് കോഡ് ആഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് കേസ് ഫെയിൽ ആകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ പാസ് ചെയ്യുന്ന കേസിന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓരോ യൂസറിനനുസരിച്ച് നമുക്ക് ലോഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോഗ് ക്രിയേറ്റ് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കുന്ന സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ITestListener എന്ന ലിസണർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ മൾട്ടിപ്പിൾ ലിസണേഴ്സ് TestNGയിലുണ്ട്. നമ്മൾ യൂസേജ് അനുസരിച്ച് ഓരോന്നും യൂസ് ചെയ്യും. ITestListener യൂസ് ചെയ്താണ് നമ്മൾ TestNGയിലെ ടെസ്റ്റ് മെത്തേഡ്സിന്റെ റിസൾട്ട് അനുസരിച്ച് ഓരോ ആക്ഷൻസ് ചെയ്യാൻ പോകുന്നു. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്കിപ്പിന്റെ കേസിൽ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോവാണ്. ഇനി ഈ ക്ലാസ് ഈ കോൾ ലിസണർ ടെസ്റ്റ് എന്ന ക്ലാസ് വിളിക്കണം. അതിനുവേണ്ടി ലിസണേഴ്സ് എന്നൊരു അനോട്ടേഷൻ ഉണ്ട്. This annotation lets you define listeners directly on a test class instead of doing so in your TestNG.xml. ക്ലാസ് ലെവലിൽ ലിസണേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു ക്ലാസ്സിൽ ലിസണർ ഇംപ്ലിമെന്റ് ചെയ്തു. ആ ഇംപ്ലിമെന്റ് ചെയ്ത ക്ലാസ് ഏത് പർട്ടിക്കുലർ ടെസ്റ്റ് ക്ലാസ്സിലാണ് വിളിക്കേണ്ടത് അത് അവിടെ അനോട്ടേഷനായ ലിസണേഴ്സ് യൂസ് ചെയ്യുക. അതിനുശേഷം വിളിക്കേണ്ട ക്ലാസിന്റെ പേര് ഈ ബ്രാക്കറ്റിൽ കൊടുക്കുക, ലിസണർ ടെസ്റ്റ് ഡോട്ട് ക്ലാസ്. ഇനി ഞാൻ ഈ ക്ലാസ് റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ആകുമ്പോൾ ഓരോ ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ആകുമ്പോൾ ആദ്യമേ മെത്തേഡിന്റെ പേര് അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞു വരും. അതുപോലെ ഏതെങ്കിലും ടെസ്റ്റ് കേസ് പാസ് ആയെങ്കിൽ ആ മെത്തേഡിന്റെ പേര് അതിൻ്റെ കൂടെ പാസ് എന്നുള്ളത് വരും. അതുപോലെ ഫെയിൽ ആയെങ്കിൽ മെത്തേഡിന്റെ പേര് ഫെയിൽഡ് എന്നുള്ളത് വരും. അതുപോലെ സ്കിപ്പ് ആയെങ്കിൽ മെത്തേഡിന്റെ പേര് അതിൻ്റെ കൂടെ സ്കിപ്പ് എന്നുള്ള കൺസോൾ പ്രിന്റ് ചെയ്ത് തരും. ഇങ്ങനെയാണ് ക്ലാസ് ലെവലിൽ ലിസണർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുമ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാം. റൺ എന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം ആദ്യമേ ടെസ്റ്റ് മെത്തേഡ് എ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൺ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. TestNG ഡീഫോൾട്ട് ആയിട്ട് പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ
ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൺ ചെയ്യുള്ളൂ. അപ്പം ടെസ്റ്റ് എന്നുള്ള ഫസ്റ്റ് മെത്തേഡ് റണ്ണായി. അപ്പോൾ ടെസ്റ്റ് സ്റ്റാർട്ട് എന്ന് വന്നു. ആ മെത്തേഡ് പാസ് ആയതുകൊണ്ട് ടെസ്റ്റ് പാസ് എന്നുള്ള വന്നു. അതായത് ഈ പർട്ടിക്കുലർ മെത്തേഡും ഈ പർട്ടിക്കുലർ മെത്തേഡുമാണ് ഇൻവോക്ക് ആയത്. ടെസ്റ്റ് റൺ ആയപ്പോൾ അതായത് ഏത് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്താലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരും. അതിനുശേഷം പാസ് ആകുന്നു, ഫെയിൽ ആകുന്നു, സ്കിപ്പ് അനുസരിച്ചുള്ള കോഡുകളും ഇംപ്ലിമെന്റ് ആവും. ടെസ്റ്റ് ബി സ്റ്റാർട്ട് ചെയ്തു, അത് ഫെയിൽ ആയതുകൊണ്ട് ടെസ്റ്റ് ബി ഫെയിൽഡ് എന്നുള്ളത് വന്നു. അതായത് ഫെയിൽഡിന്റെ കേസിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ചെയ്ത് വന്നത്. അതുപോലെ ടെസ്റ്റ് സി എക്സിക്യൂട്ട് ആയി, അവിടെ നമ്മൾ ഇന്റൻഷനലി സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. സ്കിപ്പ് ചെയ്തപ്പോൾ കൺസോളിൽ സ്കിപ്പ് ചെയ്തു എന്നുള്ള ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് പ്രിന്റ് ചെയ്ത് തന്നു. അപ്പൊ ഇങ്ങനെയാണ് ക്ലാസ് ലെവലിൽ നമ്മൾ ലിസണർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്യൂട്ട് ലെവലിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഒരു സ്യൂട്ട് ഫയൽ ഈ പാക്കേജിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. TestNG Listener .xml എന്ന് പറഞ്ഞ്. അപ്പം ഇവിടെ കോൾ ലിസണർ ടെസ്റ്റ് എന്നുള്ള ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിസണർ ഇംപ്ലിമെന്റ് ചെയ്യണം. ലിസണർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സ്യൂട്ട് ടാഗിന്റെ അണ്ടറിലായിട്ട് ലിസണേഴ്സ് എന്നൊരു ടാഗ് ഉണ്ട്. ആ ടാഗിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ലിസണേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഞാനിവിടെ സിംഗിൾ ലിസണർ ആണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ മൾട്ടിപ്പിൾ ലിസണേഴ്സ് എനിക്ക് ഇവിടെ ആഡ് ചെയ്യാം. ലിസണേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. ഇതിന്റെ അകത്ത് ഒരു സിംഗിൾ ലിസണർ ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലിസണർ എന്നൊരു ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്ലാസ് നെയിമിനകത്ത് ഏത് ക്ലാസ്സിലെ ലിസണർ ആണ് വിളിക്കേണ്ടതെന്നുള്ളത് കൊടുക്കണം. നമ്മൾ ആ പാക്കേജിന്റെ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഞാൻ വിളിക്കാൻ പോകുന്ന ലിസണർ ടെസ്റ്റ് എന്നുള്ള ക്ലാസ് ആണ്. ഈ ക്ലാസ് com.testng.listeners എന്ന പാക്കേജിനുള്ളിലാണ്. അപ്പോൾ ആ പാക്കേജ് നെയിം കൊടുത്തതിന് ശേഷമാണ് ക്ലാസ് നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. com.testng.listeners.listener test. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. com.testng.listeners.listener test. ഇനി നമുക്ക് ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്യാം. സ്യൂട്ട് ഫയൽ റൺ ചെയ്യുമ്പോൾ ഈ ലിസണർ ക്ലാസ് ഇൻവോക്ക് ആവും. അപ്പം നമ്മുടെ ടെസ്റ്റ് കേസുകൾ പാസ് ആകുന്നു, ഫെയിൽ ആകുന്നു, സ്കിപ്പ് ആകുന്നു, അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് കൺസോളിൽ ഓരോ മെസ്സേജ് നമ്മൾ ഈ ലിസണർ ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇൻവോക്ക് ആവും. അത് കറക്റ്റായിട്ട് കൺസോൾ വരുന്നുണ്ടോ എന്ന് ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ റിയൽ ടൈമിൽ കൂടുതലും ലിസണേഴ്സ് സ്യൂട്ട് ലെവലിലായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫ്രെയിംവർക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിസണേഴ്സ് സ്യൂട്ട് ലെവലിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ക്ലാസ് ലെവലിൽ ആഡ് ചെയ്യുന്ന കേസസ് കുറവായിരിക്കും. ഞാൻ ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് എ സ്റ്റാർട്ടഡ്, ടെസ്റ്റ് എ പാസ്, ടെസ്റ്റ് ബി സ്റ്റാർട്ടഡ്, ടെസ്റ്റ് ബി ഫെയിൽഡ്, ടെസ്റ്റ് സി സ്റ്റാർട്ടഡ്, ടെസ്റ്റ് സി സ്കിപ്പ്. നമ്മുടെ ക്ലാസ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എങ്ങനെ വർക്കായോ അതുപോലെ തന്നെ സ്യൂട്ട് ലെവലും വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് TestNG ലിസണറിന്റെ റിയൽ ടൈം യൂസേജ്. നമ്മൾ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫെയിൽ ആവുന്ന കേസിൽ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ടെസ്റ്റ് ഫെയിലിയർ എന്ന മെത്തേഡിനകത്തായിരിക്കും സെലീനിയം കോഡ് എഴുതുന്നത്. അതുപോലെ പാസ് ആകുന്നതനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം പാസ്സായി എന്നുണ്ടെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റി ആ കറസ്പോണ്ടിങ് മെത്തേഡിന്റെ അണ്ടറിൽ ആഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആ ലിസണർ നമ്മൾ സ്യൂട്ടിനകത്ത് മെൻഷൻ ചെയ്യുമ്പോൾ ആ ലിസണർ ഇൻവോക്ക് ആവും, കറസ്പോണ്ടിങ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ആവും. അപ്പം ഇതാണ് TestNG ലിസണറിന്റെ പ്രാക്ടിക്കൽ യൂസേജ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കോഡ് ഗിറ്റ്ഹബിൽ ഞാൻ പുഷ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് റീയൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.